ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ-4 വിക്ഷേപിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ISRO നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലാണ്. ചന്ദ്രയാൻ-4 ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരമൊരു മാർഗം സ്വീകരിക്കുന്നത്. തുടർന്ന് പേടകം ചന്ദ്രനിലേക്ക് യാത്ര തുടരുമെന്ന് ISRO മേധാവി S സോമനാഥ് അറിയിച്ചു. ISROയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരട്ട വിക്ഷേപണവും ബഹിരാകാശത്തെ സംയോജനവും നടക്കുന്നത്. ISROയുടെ പക്കലുള്ള ഏറ്റവും കരുത്തേറിയ റോക്കറ്റിന് വഹിക്കാനാകുന്നതിനേക്കാൾ ഭാരമുണ്ട് ചന്ദ്രയാൻ-4 പേടകത്തിന്. അതിനാലാണ് ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതും. അതിനായി ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്താനുള്ള ശേഷി ആർജിക്കും. ഭൂമിയിലും ബഹിരാകാശത്തും ചന്ദ്രനിലും വെച്ച് ഡോക്കിംഗ് നടത്താനുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ISROയുടെ ലക്ഷ്യം. ഇതിന്റെ സാധ്യതകൾ പ്രദർശിപ്പിക്കുവാനായി സ്പാഡെക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നൊരു ദൗത്യവും ISRO ഈ വർഷം നടത്തുന്നുണ്ട്. ചന്ദ്രനിൽ ബഹിരാകാശ വാഹനത്തിന്റെ ഡോക്കിംഗ് നടത്തുക എന്നത് ഇത്തരം ദൗത്യങ്ങളുടെ കാര്യത്തിൽ ഒരു പതിവ് കാര്യം മാത്രമാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്ത് സ്പേസ് ക്രാഫ്റ്റിന്റെ ഒരു ഭാഗം വേർപെട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിലകൊള്ളും. ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഭാഗം തിരിച്ച് ഉയർന്നു വരുമ്പോൾ ഭ്രമണപഥത്തിലുള്ള ഭാഗവുമായി വീണ്ടും കൂട്ടിച്ചേർന്ന് ഒരു യൂണിറ്റായി മാറും. ഇതാണ് ചന്ദ്രനിൽ വെച്ചു നടക്കുന്ന ഡോക്കിംഗ്. എന്നാൽ ഇതാദ്യമായിട്ടായിരിക്കും ചന്ദ്രനിലേക്ക് പോകുന്ന മൊഡ്യൂളുകളുടെ ഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് നടക്കുന്നത്. തങ്ങൾ അത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല എന്നും, എന്നാൽ തനിക്കറിയാവുന്നിടത്തോളം മറ്റൊരു രാജ്യവും ഇത് ചെയ്തിട്ടില്ല എന്നും സോമനാഥ് പറഞ്ഞു. മുൻ ദൗത്യങ്ങളിലൊന്നും ISROയ്ക്ക് സ്പാഡെക്സ് പ്രയോജനപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല. എന്നാൽ ചന്ദ്രയാൻ-4ന്റെ കാര്യത്തിൽ ഈ ശേഷിയും കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ് ISRO. ചന്ദ്രയാൻ-4ന് വേണ്ടി വരുന്ന ചിലവിന്റെ കാര്യം വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ഉടനെ തന്നെ ഗവൺമെന്റിന് കൈമാറുമെന്നും സോമനാഥ് പറഞ്ഞു. ഇതടക്കം 4 നിർദ്ദേശങ്ങളാണ് ISRO സമർപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ 2035 നിർമ്മിക്കുന്നത്, 2040 മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്നത്, വിഷൻ 2047 എന്നിവയായിരിക്കും മറ്റു നിർദ്ദേശങ്ങൾ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നായിരിക്കും രാജ്യത്തിന്റെ സ്പേസ് സ്റ്റേഷന്റെ പേര്. ഇത് നിർമ്മിക്കാനുള്ള വസ്തുക്കളും പലതവണ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന് വേണ്ട ആദ്യഘട്ട സാമഗ്രികൾ ഒരു LVM-3 റോക്കറ്റിലായിരിക്കും അയക്കുക. ഇത് 2028 നടത്തണമെന്നാണ് ISRO ആഗ്രഹിക്കുന്നത് എന്നും സോമനാഥ് വെളിപ്പെടുത്തി. ഇതിനായി വേറെ ഒരു നിർദ്ദേശവും ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നും സോമനാഥ് പറഞ്ഞു. എങ്ങനെയാണ് ബാസ് നിർമ്മിക്കുക, അതിന് എന്തെല്ലാം ടെക്നോളജികളാണ് വേണ്ടിവരിക, എത്ര കാലമെടുക്കും, എന്ത് ചിലവ് വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിനെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.